രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 70ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ നമ്മൾ കണ്ടെത്തുന്ന സഭയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ നിർവചനങ്ങളെക്കുറിച്ചാണ്. രണ്ട് പ്രധാന നിർവചനങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. സഭ ദൈവജനമാണ്, സഭ ഒരു രഹസ്യമാണ്. എന്നാൽ അതുകൂടാതെ ആദിമസഭയിലും ആദിമ നൂറ്റാണ്ടിലും സഭയിൽ പ്രചാരത്തിലിരുന്നതും സഭയിൽ സുവിശേഷങ്ങളിൽ നിന്നും പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ നിന്നുമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതുമായ നിരവധി മറ്റ് നിർവചനങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഈ നിർവചനങ്ങളൊക്കെ കത്തോലിക്ക സഭയ്ക്ക് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായ ഒരു സങ്കല്പം സഭയെക്കുറിച്ച് നൽകാനായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നൽകുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. സഭയൊരു മുന്തിരിത്തോട്ടമാണ്, സഭയൊരു മുന്തിരിച്ചെടിയാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, സഭ ആട്ടിൻതൊഴുത്താണ്, സഭ മലയിൽ പണിത നഗരമാണ്, സഭ കൊടുങ്കാറ്റാണ്, സഭ പേടകമാണ്, സഭ കൊടുങ്കാറ്റ് പിടിച്ച കടലിലെ കപ്പലാണ്, സഭ സമൂഹമാണ്, സഭ വനിതയാണ്, സഭ മണവാട്ടിയാണ്, സഭ കന്യകയാണ്, സഭ കൂട്ടായ്മയാണ്, സഭ മഹത്വം നിറഞ്ഞ ഭവനമാണ്, സഭ നീതിയുടെ അടയാളമാണ്, സഭ ദൈവഭവനമാണ്, സഭ ദേവാലയമാണ്, സഭ ഉന്നതങ്ങളിലെ ജെറുസലമാണ്, സഭ യഥാർത്ഥ ഇസ്രായേലാണ്, സഭ സൗധമാണ്, സഭയുടെ അന്ത്യോമുഖ പ്രവൃത്തിയാണ് എന്നിങ്ങനെ ഒരു സഭാജീവിതത്തിൽ പ്രതിഫലിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയും വ്യത്യസ്ത സമീപന രീതികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ടും ഏത് തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നതാണെങ്കിലും അവിടെയെല്ലാം സഭയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാനും സഭയെ വിശദീകരിക്കുവാനും സാധിക്കാത്ത വിധത്തിൽ വളരെ സജീവവും വളരെ കൃത്യവും വളരെ യോജിക്കുന്നതുമായൊരു നിർവചനം വിവിധങ്ങളായ നിർവചനങ്ങളിലൂടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിലൂടെ നമുക്ക് സഭ നൽകുന്നുണ്ട്.